ഒരു രഹസ്യ ഒന്ന് പുറത്തു നിന്നാൽ ഞാനിപ്പോ ശേഷം വരാം. ഹലോ, ഇത് ഞാനാ അപ്പുകുട്ടൻ. ഫ്രാൻസിസ് അല്ലേ? ഒരു ഉപകാരം ചെയ്യണല്ലോ ഫ്രാൻസിസേ. ഞാനേ എന്റെ ബാഗ് എടുക്കാൻ മറന്നു. അല്ലല്ല, ബാഗ് കളവ് പോയി. ഞാനിപ്പോ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ കിടക്കുക. ആക്സിഡന്റ്, ഭയങ്കര ആക്സിഡന്റ്. വേണ്ട വേണ്ട വേണ്ട, ആരോടും പറയൊന്നും വേണ്ട വേണ്ട. എന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? ഭയങ്കര ആക്സിഡന്റ് എന്ന് വെച്ചാൽ അത്ര ഭയങ്കരമൊന്നുമല്ല. ഉള്ളിൽ ഒരു ഇന്റേണൽ ഇഞ്ചുറിയാ. ഒരു 500 രൂപ ഫ്രാൻസിസ് അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിക്കണല്ലോ. ലോഡ്ജിലെ വാടക അല്ല, ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയാ. കിടപ്പായതുകൊണ്ട് അങ്ങോട്ട് വരാൻ വയ്യാത്തതുകൊണ്ടാ. വാർഡ് നമ്പറോ? അത് പ്രശ്നമാക്കണ്ട, ഞാൻ ഹോസ്പിറ്റൽ റിസപ്ഷന്റെ മുമ്പിൽ നിൽക്കാം. ഫ്രാൻസിസ് അങ്ങോട്ട് വന്നാൽ മതി. വാർഡിൽ നിന്ന് ഇറങ്ങി വരാനോ? നോ പ്രോബ്ലം, വെറും ഇന്റേണൽ ഇഞ്ചുറി അല്ലേ. ഫ്രാൻസിസ് ഉടനെ വരൂ പ്ലീസ്. ഓക്കെ? നാൻസി, പ്ലീസ് കം. ഇപ്പൊ വരണ്ട. എന്തുണ്ട് രാജേന്ദ്ര വിശേഷങ്ങൾ? നാട്ടിൽ നിന്ന് ഭാര്യയൊക്കെ വന്നെന്ന് കേട്ടു. ആര് പറഞ്ഞു? അപ്പുക്കുട്ടൻ പറഞ്ഞു. അതേതായാലും നന്നായി കേട്ടോ. ഞാനാകെ പ്രശ്നത്തിലാണ്. എനിക്ക് ലീവ് വേണം. എന്താ പ്രശ്നം? എന്റെ ഒരു വല്യമ്മാവൻ പുറപ്പെട്ടു പോയി. ഏത് വഴിക്കാ പോയെന്ന് ഒരു നിശ്ചയമില്ല. അന്വേഷിച്ചു പോകാൻ ഞാൻ ഒരുത്തനേ ഉള്ളൂ. തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളാണേ. അപ്പൊ കുഴപ്പമില്ല, തലയ്ക്ക് സുഖം തോന്നുമ്പോ തിരിച്ചു പോന്നോളൂ. സർ, രാജേന്ദ്ര, താനിപ്പോ പഴയ പിയൂണല്ല, മാനേജരാ. തൊട്ടതിന് പിടിച്ചൊക്കെ ലീവ് ചോദിച്ചാൽ എങ്ങനെയാ? ഒരു കാര്യം ചെയ്യാം, പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക, അവരന്വേഷിക്കട്ടെ. പോലീസ് കുഴപ്പമാ, എനിക്ക് തന്നെ അന്വേഷിക്കണം. നടപ്പില്ല നടപ്പില്ല. ഇപ്പൊ തന്നെ അപ്പുക്കുട്ടൻ ലോങ് ലീവിലാ. അതിന്റെ കൂടെ താൻ കൂടെ ലീവ് എടുത്താ ഇവിടുത്തെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയും. പിന്നെ ഭാര്യ എന്ത് പറയുന്നു? ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് വരാം. തന്റെ ഭാര്യ വെച്ചുണ്ടാക്കിയ ആഹാരം കഴിക്കാൻ എന്തോ ഒരു മോഹം. സാർ, എനിക്ക് ലീവ് വേണം. ലീവില്ല, ഉച്ചയ്ക്ക് ഞാൻ വരട്ടെ. ഒരാഴ്ചത്തെ ലീവ് താ സാർ. സേമിയ പായസം എനിക്ക് വളരെ ഇഷ്ടമാണ്. സാർ, എനിക്ക് ഒരു 24 മണിക്കൂർ എങ്ങനെ ലീവ് കിട്ടിയില്ല. താനൊരു രാജിക്കത്ത് എഴുതി തന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ളത് പോയിക്കോളൂ. ഞാൻ വേറെ ആളെ വെച്ചോളാം. കേവലം 24 മണിക്കൂർ. 24 മണിക്കൂറോ? അതെന്താ ലീവാണോ? സാറിന് തമാശ, എന്റെ ചങ്ക് പിടയാണ്. താനൊരു കാര്യം ചെയ്യ, വീട്ടിൽ വിവരം അറിയിക്കുക. ഞാൻ ഊണ് കഴിക്കാൻ വരുന്ന കാര്യം. സർ പ്ലീസ്. ലീവിന്റെ കാര്യം നടപ്പില്ല. നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഫ്രാൻസിസ് എന്നോട് വിവരം പറഞ്ഞു. 500 രൂപ ഇതാ. എപ്പോഴാ ആക്സിഡന്റ് ആയത്? ഇന്റേണൽ ഇഞ്ചുറി, ബ്രെയിനിലോ ആമാശയത്തിലോ? എല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായെന്ന് സമ്മതിക്കുന്നു. പക്ഷെ എന്റെ അവസ്ഥ, ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെ പറയരുത് എന്റെ പൊന്നല്ലേ. പിണക്കമില്ലെന്ന് പറ, പിണക്കമില്ലെന്ന് പറ. കുഴപ്പമില്ല, ഞാൻ ആരോടും പറയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കറക്കം കറങ്ങാം. നിങ്ങൾ പോയാൽ മതി, ഞാൻ ഇപ്പൊ തന്നെ കറങ്ങി നിൽക്കുക. അത് വേണ്ട, ഇനി നമ്മൾ ഒരുമിച്ചുള്ള കറക്കം മതി. രാധിക ഇവിടെ നിൽക്കുകയാണോ? വന്നേ. റെഡിയോ റെഡിയോ, നീ റെഡിയോ? ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ആ വൈറ്റ് ഇത് അതിനെ കാട്ടിക്കൊള്ളാം. എടുത്തോ എടുത്തോ എടുത്തോ. ഇത് ആ കടയിലെ പുതിയ ടൈപ്പിലുള്ള നല്ല ബ്രേസിയേഴ്സ് കിടക്കുന്നു, നോക്കുന്നോ? വേണ്ട. മറ്റേ കടയിൽ ഭയങ്കര സൗജന്യം. ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ 1 ടീസ്പൂൺ ഫ്രീ. എന്നാ നീ പോയി മേടിച്ചു. വില പറഞ്ഞു. അത് ഇതൂടെ. അപ്പൊ കുട്ടി ഇവിടെ നില്ലേ? എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഫുഡ് പോയിസൺ ആണെന്ന് തോന്നുന്നു. നീ ഇവിടെ നില്ലേ? ഞാൻ വരാം, ഞാൻ വരാം. സാർ ഇവിടെ എന്താ ഈ ഏതായി പെൺകുട്ടി? പെൺകുട്ടി പർച്ചേസിന് വന്ന ഏതോ പെൺകുട്ടി. എനിക്ക് പരിചയമില്ലല്ലോ, എനിക്ക് പരിചയമില്ല. ഞാൻ വെറുതെ ഈ ഡിസൈൻ കൊള്ളാവോ? അത് കൊള്ളൂല. ഏതോ ഒരു കുട്ടിയല്ലേ? ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. സത്യം പറ, ഏതാണ് ആ സൗന്ദര്യധാമം? എവിടുന്ന് അടിച്ചെടുത്തു? അടിച്ചെടുക്കാനോ? സാർ, ഞാൻ സത്യം പറയാം, ആ കുട്ടി എന്റെ അമ്മാവന്റെ മകള. ലോങ് ലീവ് എടുത്തത് ഈ ചുറ്റിക്കളിക്കായിരുന്നല്ലേ? തന്നെ ആ കുട്ടിക്ക് ഒന്ന് പരിചയപ്പെടുത്തി. വേണ്ട വേണ്ട വേണ്ട.
ബ്യൂട്ടിഫുൾ. അവളുടെ കണ്ണിൽ കാന്തം പിടിപ്പിച്ചിട്ടുണ്ടോ? എന്തോ വല്ലാത്തൊരു അട്രാക്ഷൻ. അതേത് പെണ്ണെ കാണുമ്പോഴും സാറിനുള്ളതല്ലേ? അതുപോലല്ല. ഞാൻ നമുക്കൊരു പ്രസന്റ് കൊടുത്താലോ? അപ്പൊ കൂട്ടാ നമുക്കൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യാം. സാർ പ്ലീസ്, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പോവാം. എന്തേ തോപ്പമ്പടി വീരരാഘവന്റെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രാജേട്ടൻ? രാജേന്ദ്രൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രിഡ്ജിന്റെ കട അത് ഇതൊക്കെ ഉണ്ടല്ലോ. പോ ഞങ്ങൾ പോയിട്ട് പിന്നെ പൊന്നെ വരാം. കമാൺ കമാൺ കമാൺ. ഒരു ആന എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്തോ ഒരു വല്ലായ്മ പോലെ. രാധിക ഇവിടെ നിൽക്കണ്ട, ചെന്ന് അന്വേഷിക്കൂ. രാജേന്ദ്രനെ സ്വന്തം ഭർത്താവല്ലേ, ചെന്ന് അന്വേഷിക്കൂ. എവിടെ പോയി അന്വേഷിക്കാൻ? ബാത്റൂമിലോ? ബാത്റൂമിൽ അന്വേഷിക്കണം. ചെല്ലൂ. ദാ വരുന്നുണ്ട്. ഇവിടെ സാധനത്തിനൊക്കെ വലിയ വില, നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. അപ്പോട്ടിനും വാ. നിങ്ങൾ നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. അത് വേണ്ട, നീ വീണ്ടും എന്നെ പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയാണല്ലേ. അതല്ല, പിന്നെ ഏതല്ല? ഞാൻ വേറെ പ്രശ്നം. എന്ത് പ്രശ്നം? എന്തോന്ന്? വേറെ കയ്യിലിരിക്കും, ഇങ്ങോട്ട് വാ. വേല കയ്യിൽ തന്നെയാണ്. എന്നെ പിടിച്ചു വലിച്ചാൽ നീ വിവരം അറിയും. ഞാൻ വിവരം അറിഞ്ഞോളാം. അല്ലേ തന്നെ ഇവൻ നമ്മളോട് വന്നിട്ട് എന്താ കാര്യം? ഇവൻ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലല്ലേ. വാ, നമുക്ക് പോവാം. നീ ഇവിടെ തന്നെ നിക്കണേ, എങ്ങോട്ട് പോവല്ലേ. പാരാതിയേ. ഹലോ, കൽപ്പന തിയേറ്റേഴ്സ് അല്ലേ? വർമ്മ എന്ന പേരുള്ള ആ തെണ്ടി ഒന്ന് കിട്ടുവോ? ആരാ സംസാരിക്കുന്നേ? ആരെങ്കിലും ആവട്ടെ, തെണ്ടി ഉണ്ടോ അവിടെ? ഏതരപ്പാളിയാടാ നീ? ആഹാ, നീ തന്നെയാണോ? എടാ കഴുതേ, നിനക്ക് നിന്റെ മകളെ വേണം അല്ലേ? തരാവടാ, നീ ഇനി വന്നാ മതി. ഇടിച്ച് നിന്റെ 32 പല്ല് ഞാൻ തെറിപ്പിക്കും. നീ ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിച്ചു, ജീവിതം കുട്ടിച്ചോറാക്കി. മകളാണത്രേ മകൾ. പാവപ്പെട്ട പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ നടക്കുന്ന കാർക്കോടക. എടാ, നിന്നെ ഞങ്ങൾ വിമൻസ് ലിബറേഷനിലെ പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിക്കും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. റാസ്കൽ, ഇഡിയറ്റ്, ഫൂൾ. പെണ്ണിനെ തരാൻ ഞാൻ നിനക്ക് 24 മണിക്കൂർ സമയം തന്നിരുന്നു. ഇനിയില്ല. ഈ നിമിഷം മുതൽ നിന്റെ അന്ത്യയാത്രയുടെ ആരംഭമാണ്. പോടാ. ആരാ സാർ? അടുത്ത നാടകത്തിന് പേരിട്ടതാ അന്ത്യയാത്രയുടെ ആരംഭം. കൊള്ളാലേ? വാതില് പൂട്ടിയില്ലായിരുന്നോ? രാധികേ, 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 ഇവളിത് എവിടെ പോയി കിടക്കുന്നു? രാധികേ, രാധികേ, ചതിച്ചു. അപ്പക്കുട്ട ചതിച്ചു. എന്റെ രാധികയെ അവൻ പിടിച്ചോണ്ട് പോയി. രാധികേ, രാധികേ, രാധികേ. മനുഷ്യത്വം ഉണ്ടായിരുന്നതില് ഒരു 24 മണിക്കൂർ ലീവ് തരാൻ പറഞ്ഞിട്ട്. ലീവ് വേറെ, മനുഷ്യത്വം വേറെ. എന്നെന്താ അകത്തേക്ക് ക്ഷണിക്കാത്തത്? സാർ, ഞങ്ങൾ ആകെ പ്രശ്നത്തിലാണ്. ജീവിതമാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിരിക്കട്ടെ, താൻ എന്തിനാ എങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? രാജേന്ദ്രനും ഭാര്യയും മാത്രം താമസിക്കുന്ന വീടല്ലേ? ചുറ്റിക്കളിയല്ലേ കാണോ? എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണം. ഇവിടെ കുടിക്കാനൊന്നും ഇല്ല സർ. മറ്റൊന്നും വേണ്ട, തന്റെ ഭാര്യയുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാലും അതൊരു സുഖല്ലേ? ഭാര്യ ഇവിടെ ഇല്ല സർ. അയ്യോ, എവിടെ പോയി? സാർ, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. കാണാം കാണാം. തന്റെ ആ മറ്റേ കുട്ടി ഉണ്ടല്ലോ, എന്തോ ആ കുട്ടി എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എവിടെയാ കുട്ടിയുടെ വീട്? താൻ ആള് ശരിയല്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് ആ പെൺകുട്ടി എന്താ എനിക്ക് ശരിക്കും പരിചയപ്പെടുത്താഞ്ഞത്? സാർ, നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെയും സാറിന് പരിചയപ്പെടുത്തി തരലല്ല എന്റെ ജോലി. സാറ് ഞങ്ങളുടെ MD ആണ്. പക്ഷെ ക്ഷമ പരീക്ഷിക്കരുത്, എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഇതെന്താ അപ്പുക്കുട്ടൻ ഇത്ര പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നത്? എന്നെ സുഹൃത്തായിട്ട് കണക്കാക്കൂ. ശ്രമിച്ചിട്ട് പറ്റുന്നില്ല സാർ. വീണ്ടും ശ്രമിക്കണം. പറ്റും. ദാ, ഈ ഫോട്ടോസ് ഞാൻ തന്നെ പോയി കളക്ട് ചെയ്തതാ. നോക്കൂ, ഏതാ നല്ലത്? ഇതെന്തിനു വാങ്ങിച്ചു? കൊള്ളാം, നല്ല ചോദ്യം. നവദമ്പതികൾക്ക് ബ്രിട്ടോളി കമ്പനിയുടെ ആശംസകൾ എന്നൊരു ക്യാപ്ഷനോടെ നല്ലൊരെണ്ണം പത്രത്തിൽ കൊടുക്കണം. സാറിന് ഭ്രാന്തുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇപ്പൊ പത്രത്തിലൊരു ഫോട്ടോ അതിന്റെ ആവശ്യമുണ്ടോ? മിസ്റ്റർ രാജേന്ദ്രൻ, ഇതെന്റെ അവകാശമാണ്, കടമയാണ്. കമ്പനി ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സർ പ്ലീസ് സർ, ദയവ് ചെയ്ത് ഇടരുത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന് താങ്ക്സ് പറയുന്നതിന് പകരം നല്ല കാര്യമാണെന്ന് ഞാൻ കൂടെ തോന്നണ്ടേ? ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോ നല്ല മൂഡില്ല, ഞാൻ പിന്നെ വരാം. പിന്നെ വരണ്ട. സർ പ്ലീസ് സർ, ഫോട്ടോ ഇടരുത്. ഇത് കമ്പനിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. തുറന്നേ, ഗ്ലാസ് ഒന്ന് താത്തേ. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. അപ്പക്കുട്ടാ, എന്തെങ്കിലും ഒരു വഴി പറ. എന്റെ രാധിക. നീ ആ വർമ്മയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അത്രക്ക് വേണ്ടായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്നിട്ട് അത് അപ്പൊ പറഞ്ഞില്ലല്ലോ. നമ്മൾ എങ്ങനെ രാധികയെ രക്ഷിക്കും? പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പക്കുട്ടാ, നമുക്കതിനുള്ള സന്നാഹമില്ല.
ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോകും. വേണ്ട. എന്തുകൊണ്ട്? അതേ പോലീസ് മറ്റേ പെണ്ണിന് വേണ്ടി വലയം വിരിച്ച് കാത്തിരിക്കുക. അങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മതി, പിടിച്ചകത്തിടും. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ആലോചിക്കാൻ ഇത്തിരി സമയം വേണം.